ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബിൻ സാറാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ +1 എക്സാമിന്, അതായത് നിങ്ങൾക്കറിയില്ല 27 നടക്കാൻ വന്ന +1 എക്സാം ഉണ്ട്. അന്നത്തെ എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന ചോദ്യമാണ്. നമ്മുടെ സ്റ്റാറ്റിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ആ ഒരു എസ്എ ലെവൽ ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ. ചോദ്യം ഇതാണ്. 8 മാർക്കിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേണിലാണ്. അപ്പോൾ കുറച്ച് വലിയ ഡാറ്റ, ഓക്കെ. കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഇത്രയും വലിയ ഡാറ്റ ഒന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത്രയും ടേബിളിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആകെ ഒരു 5 ഫാക്ടറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും വലിയൊരു ചോദ്യം തന്നെ നമ്മൾ ചെയ്ത് നോക്കണം, കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വരാനില്ല എന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറഞ്ഞിട്ട് ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ് എന്ന് വെച്ചാൽ എന്താണ്? സമാന്തര മാധ്യം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യം. ആൻഡ് മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യാങ്കം. ആൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്. ഒന്ന് ബഹുലകം എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ മോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ ബഹുലകം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ച മക്കളെ ഇത് എന്തിനാണ് ചോദിച്ചത്? നമ്മുടെ മോഡ് തന്നെയാണെന്ന് ഉറപ്പിക്കട്ടോ, മറന്നു പോരുത്. അപ്പോൾ ഈ 3 പേരുകൾ ഇനി അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇപ്പം നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എക്കണോമിക്സ് +2 ഉണ്ടായിരുന്നു, എന്താ വരുമാനം കുറയുമ്പോൾ എന്നുള്ളതിന് വരെ വരുമാനം കരയുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ മിസ്റ്റേക്ക് നിങ്ങളുടെ പേപ്പറിലുണ്ടാവാം. അപ്പോൾ ഇത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഇംഗ്ലീഷിൻ്റെ പാർട്ടും ഉണ്ടാവും, അതേപോലെ ഇവിടെ മലയാളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വായിച്ചിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നേരെ അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ നോക്കുക. ഇനി ഇംഗ്ലീഷ് വായിച്ചിട്ട് കൺഫ്യൂഷൻ ഉള്ളത് നേരെ എന്ത് ചെയ്യുക, മലയാളത്തിൽ നോക്കണം. മലയാളത്തിലാണ് തെറ്റ് വരാൻ ചാൻസ് ഉള്ളത്, വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തൽക്കാലം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യമുണ്ട് മക്കളെ, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഇക്വേഷൻ അറിയില്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഏത് ഡാറ്റയാണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്തൊക്കെയുണ്ട്? ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി ഉണ്ട്. ക്ലാസും ഫ്രീക്വൻസിയും തന്നതുകൊണ്ട് തന്നെ ഇത് എന്ത് തരം ഡാറ്റ ആയിരിക്കും? ഉറപ്പിച്ച് പറഞ്ഞോളൂ മക്കളെ. ഈ ഡാറ്റ ഏതായിരിക്കും നമ്മൾ പറയാറുള്ളത്? കണ്ടിന്യൂസ് ഡാറ്റ എന്നാണ് പറയാറുള്ളത്. എന്താണ് പറയുക? കണ്ടിന്യൂസ് ഡാറ്റ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിലെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. നോക്കിക്കോളൂ, കണ്ടിന്യൂസ് ഡാറ്റയിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ് ഡാറ്റേൻ്റെ മലയാളം വേണ്ടേ? യെസ്, അതിൻ്റെ മലയാളമാണ് അസന്തത ദത്തങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറയുക? സന്തതയല്ല, അസന്തത ദത്തങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ വായിച്ചിട്ട് സന്തതയാണോ അസന്തതയാണോ കൺഫ്യൂഷൻ അടിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് സൈഡിലേക്ക് നോക്കാം. കണ്ടിന്യൂസും ഡിസ്ക്രിപ്റ്റും നമുക്ക് വായിക്കാൻ അറിയാം, കാരണം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നമുക്ക് മീൻ കാണാനാണെന്ന് വിചാരിക്കുക. മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എക്സ് ബാർ എന്നാണ് പറയാറുള്ളത്. എക്സ് ബാർ കാണാനുള്ള ഇക്വേഷനാണ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യം പഠിച്ചേക്കുന്ന കാര്യം. രണ്ടാമത് നമുക്ക് കാണാനുണ്ടാവുന്ന ആരായിരിക്കും? മീഡിയൻ ആയിരിക്കും. മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മധ്യാങ്കം അല്ലേ. മീഡിയൻ കാണാനുള്ളത് നമ്മൾ എം എന്നാണ് സൂചിപ്പിക്കുക. എം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? L+n/2 - CF ഡിവൈഡഡ് ബൈ F × I എന്നാണ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തേക്കുന്ന കാര്യമാണ്, ഒരു മോഡൽ ക്ലാസ് അല്ല, മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷനാണ് എന്താണത്? n/2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി മൂന്നാമത്തതും അവസാനമായിട്ട് പറഞ്ഞു മോഡ് കാണാനാണ്. ഓക്കെ, മോഡ് നമ്മൾ സാധാരണ Z എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നിങ്ങൾ ഇനി മോഡ് എന്നുള്ള ബഹുലകം എന്ന് എഴുതിയാൽ ഒന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ ഇക്വേഷൻ മറക്കാതിരുന്ന് പഠിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? L+n/2 എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വളരെ സിമ്പിളാണ്. F1 - F2 ഡിവൈഡ് ബൈ 2F1 - F0 - F2 × I. ഓക്കെ, ഈ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഈ ഒരു ഫോർമാറ്റ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഇക്വേഷൻ ഇതാവില്ല. സ്കൂളിൽ പഠിച്ച ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും: L+D1 ഡിവൈഡ് ബൈ D1 + D2 × I എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവില്ലേ. നിങ്ങൾ പേടിക്കണ്ടടാ, ഈ പറഞ്ഞിരിക്കുന്ന D1 D+ ഇല്ലേ, ഈ സംഗതി എന്ത് തന്നെയാണ്? നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന F1 - F2 ഉണ്ടല്ലോ, ആ സംഗതി തന്നെ ഇക്വേഷൻ മാറ്റി ഒന്ന് എഴുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സൗകര്യപ്രദം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആയിട്ട് എഴുതാം. ഇനി ഇവിടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം അല്ലേ. മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാൻ എന്താണ്? മോസ്റ്റ് ഫ്രീക്വൻസി, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഏതാണ് ക്ലാസ്, അതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ നേരെ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം ഞാനിവിടെ മീനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ നോക്കിക്കോളൂ. എക്സ് ബാർ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട് അല്ലേ. എക്സ് എന്ന് പറയുന്നത് അറിയോ? ഈ ക്ലാസിൻ്റെ മിഡ് വാല്യൂ ആണ്. എന്താണ്? മിഡ് വാല്യൂ എന്നാണ് പറയുക. മിഡ് വാല്യൂ എന്ന് പറയുന്നത് മധ്യ വില എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങളിപ്പോൾ നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞാൻ ഇവിടെ കൊടുത്തത് 0 മുതൽ 10 വരെ അല്ലേ. നിങ്ങളിവിടെ നോക്കി, ഈ പറഞ്ഞ 0 മുതൽ 10 വരെയുള്ള ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ നടുവിലെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ക്ലാസ്, അതിൻ്റെ നടുവിലെ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? X നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ് X ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി.
എന്താ പറഞ്ഞത്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് ഇവിടെ ലോവർ ലിമിറ്റ് എത്രയാണ്? 0 പ്ലസ് അപ്പർ ലിമിറ്റ് എത്രയാണ്? 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 5 അല്ലേ? അപ്പോൾ ഇവിടുത്തെ മധ്യാങ്കം എത്ര വരിക? 5. ഇങ്ങനെ ഓരോ ക്ലാസ്സിനും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ അഡീഷണലി നമ്മളിവിടെ വരച്ച് ചേർക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത് അല്ലേ? എക്സ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഞാനത് ഓരോന്നിൻ്റെ വാല്യൂ ചെയ്തോട്ടോ. നോക്കണേ, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ എത്രയാണ്? 0 പ്ലസ് 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 5 എന്ന് കിട്ടി അല്ലേ? ഇനി അടുത്ത എത്ര വരുന്നത്? അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. 10 to 20 ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരിക? 10 പ്ലസ് 20 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ പറഞ്ഞ 20 to 30 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അതിൻ്റെ വാല്യൂ എത്ര വരിക? 20 പ്ലസ് 30 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എത്ര വരിക? 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 എന്ന് കിട്ടും അല്ലേ? അങ്ങനെ ഓരോ ക്ലാസ്സിൽ നമ്മൾ എഴുതണമെങ്കിൽ ഇനി അടുത്തത് 30 പ്ലസ് 40 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 70 ഡിവൈഡ് ബൈ 2 പറഞ്ഞാൽ 35 കിട്ടും അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ, 40 പ്ലസ് 50 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 90നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45 കിട്ടും. നെക്സ്റ്റ് 50 പ്ലസ് 60 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 110നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 55 കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 60 പ്ലസ് 70 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 130നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 65 കിട്ടും അല്ലേ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ മിഡ് വാല്യൂ കണ്ടെത്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ മിഡ് വാല്യൂ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഇനി നമ്മളവിടെ കണ്ടുപിടിക്കുന്നത് എഫ് എക്സ് എന്ന് പറയുന്ന സംഖ്യ. അതായത് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും എഫ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മക്കളെ നോക്കിയേ, ഈ പറഞ്ഞ ക്ലാസ്സിനെ നമ്മളവിടെ മാറ്റിയേക്കുക. ഈ ഫ്രീക്വൻസി നമ്മൾ എന്താ സൂചിപ്പിക്കുക? എഫ് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഫ്രീക്വൻസി ഇൻറ്റു എക്സ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് നോക്കാം. 4 ഇൻറ്റു 5 എത്ര വരും? 20 എന്ന് വരും അല്ലേ? അങ്ങനെ ഓരോ ഫ്രീക്വൻസിയും നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതിനാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വാല്യൂസ് വരുന്നത് നോക്കിക്കൊള്ളാം. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കാം, നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. 5 ഫ്രീക്വൻസി, അവിടെ നേരെ എക്സ് വരുന്നത് 15 അപ്പോൾ എത്ര വാല്യൂ വരിക? 5 ഇൻറ്റു 15. 5നെ 15 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 10 5 50, 5 5 25. യെസ്, 75 കിട്ടുക. 75 കിട്ടും. നെക്സ്റ്റ് അടുത്ത വരുന്നത് 9 ഫ്രീക്വൻസി, 25 എക്സ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 9 ഇൻറ്റു 25. 9 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 25 250 ആണെങ്കിൽ അതിൽ നിന്ന് 25 കുറച്ചാൽ മതി, 225. നിങ്ങളങ്ങനെ മനക്കണക്കൊന്നും ചെയ്യാൻ നിൽക്കരുത്, കാൽക്കുലേറ്റർ എടുക്കുക, പെട്ടെന്ന് സംഖ്യകൾ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് നമുക്കുള്ളത് 14 ഇൻറ്റു 35. എത്ര ഉള്ളത്? 14 ഇൻറ്റു 35 കേട്ടോ. 14 ഇൻറ്റു 35 എത്ര വരിക? ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഞാനും ഇവിടെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്, ഞാനും ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടുന്നത് വെച്ചാൽ ജസ്റ്റ് പെട്ടെന്ന് ചെയ്തു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ബുക്കും പേന എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 14 ഇൻറ്റു 35 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 490 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് എത്ര വരുന്നത്? ഈ പറഞ്ഞ 10. ഓക്കെ, ഈ പറഞ്ഞ 10 ഫ്രീക്വൻസി. ക്ലാസിൻ്റെ എക്സ് വാല്യൂ എത്രയാണ്? 45 അല്ലേ? അപ്പോൾ എത്ര വരും? 10 ഇൻറ്റു 45. ഉത്തരം എത്ര വരിക? 450 വരുന്നു. ആൻഡ് നെക്സ്റ്റ് എത്ര വരുന്നത്? നമുക്ക് ഫ്രീക്വൻസി 6 ക്ലാസിൻ്റെ എക്സ് വാല്യൂ 55 ആണ്. അപ്പോൾ 6 ഇൻറ്റു 55 ആണ് വരുന്നത്. 55 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 55 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 330 വരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ 2 ഫ്രീക്വൻസി, 65 ക്ലാസിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇൻറ്റു 65 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 130 ആയിരിക്കും അല്ലേ? 2 ഇൻറ്റു 65 130 വരുന്നു അല്ലേ? കറക്റ്റ് ആയിട്ടില്ല. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല മക്കളെ. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യം കൂടി കണ്ടെത്താൻ. അത് വേറെ ഒന്നുമല്ല, നമുക്ക് വേണ്ടത് എക്സ് വാല്യൂ ആണ് വേണ്ടത്. എന്താ വേണ്ടത്? എക്സ് വാല്യൂ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ടോട്ടൽ എഴുതാം അല്ലേ? സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എഴുതേണ്ടേ വേണം. അപ്പോൾ നോക്കിക്കോട്ടെ, സിഗ്മ എഫ് എക്സിൻ്റെ ടോട്ടൽ എഴുതാൻ പോണേ. ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ, നമുക്കിവിടെ കിട്ടിയ ഈ വാല്യൂസ് കംപ്ലീറ്റ് കൂട്ടി നോക്കുക. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 20 പ്ലസ് 75 പ്ലസ് 225 പ്ലസ് 490 പ്ലസ് 450 പ്ലസ് 330 പ്ലസ് 130 എത്ര വാല്യൂ ഇട്ട് നോക്കിയേ? നമുക്ക് നോക്കാം. 20 പ്ലസ് 75 പ്ലസ് 225 പ്ലസ് 490 പ്ലസ് 450 പ്ലസ് 330 പ്ലസ് ലാസ്റ്റ് വൺ എത്രയാണ്? 130 അല്ലേ? 1720 എന്നാണ് എനിക്ക് കിട്ടിയത്. എത്ര കിട്ടിയത്? 1720 എന്നാണ് കിട്ടിയത് അല്ലേ? 1720 എന്ന് കിട്ടി. നെക്സ്റ്റ് ഞാനിവിടെ ചെയ്യേണ്ടത് ഈ 1720 കിട്ടിയിട്ടുണ്ടെങ്കിൽ സിഗ്മ എഫ് കാണണം. ഇപ്പോൾ സിഗ്മ എഫ് എക്സ് ആണ് കിട്ടിയത്, ഇനി സിഗ്മ എഫ് കാണണം. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? നമുക്ക് ഈ പറഞ്ഞ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസി മൊത്തം 4 5 9 9 9 18 18 28 32 42 48 50 എത്ര വരുന്നത്? 50 വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര വരിക? എക്സ് ബാർ ഇസിക്വൽ ടു നമ്മുടെ വാല്യൂ എത്ര വരിക?
എക്സ് ബാർ ഇസികൾ ടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. എക്സ് ബാർ ഇസികൾ ടു നമ്മളിവിടെ ചെയ്യേണ്ടത് സിഗ്മ എഫ് എക്സ് എത്രയായിരുന്നു? 1720/50. 1720/50 ചെയ്താൽ മതി. നമ്മുടെ വാല്യൂ എത്ര കിട്ടുക? നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 34.4 ആയിരിക്കും. 34.4 ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ മീൻ വാല്യൂ അല്ല പറയുന്നത് മീൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം സമാന്തരം ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് എത്ര മാർക്കാണ്? 34.4 ആണ് നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ ഒരൊറ്റ ഭാഗം മാത്രം, ഈ പറയുന്ന മീൻ മാത്രം നിങ്ങൾ ചെയ്യാൻ പഠിച്ച പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ 3 മാർക്കായി. ഇനി ബാക്കിയുള്ള 5 മാർക്ക് എങ്ങനെ നേടും നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മുടെ മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ആദ്യം മോഡൽ ക്ലാസ് കാണണം അല്ലേ? അതിനുശേഷം L+n/2 - CF/F × I എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും ഫ്രീക്വൻസി പരസ്പരം കൂട്ടി എഴുതുന്നതാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ 4 തന്നെയാണ് ഫ്രീക്വൻസി, അത് അതുപോലെ തന്നെ എഴുതാം. രണ്ടാമത്തെ ക്ലാസ്സിൽ 4 + 5 എത്ര വരും? 9 വരും അല്ലേ? 9 എഴുതി. ഇനി 9 + 9 എത്ര വരും? 18 വരും. ഈ 18ൻ്റെ കൂടെ 18 + 14 എത്ര വരും? 32 വരും. ഇനി 32 + 10 എത്ര വരും? 42 വരും. ആൻഡ് 42 + 6 എത്ര വരും? 48 വരും. ലാസ്റ്റ് വൺ 48ൻ്റെ കൂടെ 2 കൂടി കൂട്ടി എത്ര കിട്ടും? 50 കിട്ടും. ഇതാണ് നമ്മുടെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ എന്ത് ചെയ്തു? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളിതിൻ്റെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്കറിയാം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മീഡിയൻ ക്ലാസ് = n/2 ആയിട്ടാണ് അല്ലേ? n/2 in CF. ഓക്കെ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n/2 എന്ന് പറഞ്ഞതിൻ്റെ സംഖ്യ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം അറിയേണ്ട കാര്യമാണ് n എത്രയെന്ന് പറയണം അല്ലേ? n എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എഫിനാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയുള്ളത്? 50 ആണ് അല്ലേ? അപ്പോൾ n/2 എത്ര വരിക? n/2 എന്ന് പറയുമ്പോൾ 50/2 എന്ന് പറയുമ്പോൾ 25ാമത്തെ ഐറ്റം. അതെവിടെയുള്ളത്? ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഇൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ 25ാമത്തെ ഐറ്റം ഏതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ നോക്കി നിങ്ങളുടെ 4 ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25 വരുമോ? ഒരിക്കലുമില്ല. 9 വരില്ല, 18 പക്ഷേ 32 നോക്കിയേ, 32 വരെ എന്നാണ് ഈ ഫ്രീക്വൻസി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ അർത്ഥം. എന്താണ്? 4 വരെ, 9 വരെ, 18 വരെ, 32 വരെ. ഈ 32 വരെ എന്ന് പറയുന്നതിൽ ആരുൾപ്പെടും? ഈ നമ്മുടെ 25 ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അതിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ നേരെ ആ വാല്യൂ ഉള്ളതാണ് നമ്മുടെ മീഡിയം ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. യെസ്, നമ്മുടെ മീഡിയം ക്ലാസ് കിട്ടി. അതുകൊണ്ട് നമ്മുടെ മീഡിയം ക്ലാസ് ഏത് വരിക? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് വേറെ ഏതുമല്ല. നമ്മുടെ ഉത്തരം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 30 to 40 ആണ് നമ്മുടെ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ? ഇനിയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? വേറെ ഒന്നുമല്ല, പഠിച്ചോളൂ. മീഡിയൻ = L+n/2 - CF / F × I. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് മാത്രമേ കൂടെ നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് ആയിട്ട് വരുന്നത്. പക്ഷേ ഇക്വേഷൻ 2 വട്ടം നമ്മൾ എക്സാമിൻ്റെ മുൻപായിട്ട് നമ്മളൊന്ന് എഴുതി പഠിച്ചാൽ മതി. ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നിങ്ങളോട് ചെയ്യേണ്ടത് n/2 എന്ന് പറയുന്ന വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഓരോ വാല്യൂസ് ഒന്ന് എഴുതിയേക്കാം. അപ്പോൾ നോക്കി കൊണ്ടിടാം. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ്. ഈ ക്ലാസിൻ്റെ ഏറ്റവും ലോവർ ലിമിറ്റ് എത്രയാണ്? അത് 30 ആണല്ലേ? അപ്പോൾ L എത്രയാണ്? 30 ആണ് നമുക്ക് എഴുതാം. L = 30 ആൻഡ് n/2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 25 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്കറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ CF ആണ്. ഇവിടെയാണ് മിക്കവാറും പേര് കൺഫ്യൂഷൻ വരിക. നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് CF എന്ന് പറഞ്ഞാൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മുടെ ഈ ക്ലാസിൻ്റെ ആണ് എടുക്കേണ്ടത് അല്ല. എവിടെ എടുക്കേണ്ടത്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രീവിയസ് ക്ലാസ് ആണ് എടുക്കേണ്ടത്. അതാണ് നമ്മൾ CF ആയിട്ട് എഴുതട്ടോ. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രീവിയസ് ക്ലാസ് നമുക്ക് ഇവിടെ എത്ര വരിക? 18 ആണ് വരിക. ഓക്കെ, 18. ഇനി F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ആണ്. ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ആണ്. അത് എത്രയാണ്? 14 വരുന്നത് അല്ലേ? 14 വരുന്നത്. അത് എഴുതി വെച്ചു. ആൻഡ് I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 30-40 തമ്മിൽ വ്യത്യാസം എത്രയാണ്? 10 ആണ് അല്ലേ? അതാണ് നമ്മുടെ ഇൻ്റർവെൽ വരെ. അപ്പോൾ എത്ര വരിക? 10 ആണ് വരിക അല്ലേ? അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ബാക്കി നമുക്ക് ഈ സൈഡ് വാല്യൂ എടുക്കാം. M = L+n/2 - CF / F × I ആണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം അല്ലേ? ഇത്രയും കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഇനി ആ വാല്യൂസ് ഒക്കെ ഞാൻ ഇട്ട് വെക്കണം. അപ്പോൾ L എന്ന് പറയുമ്പോൾ നമുക്കറിയാം 30 + n/2 എന്ന് പറഞ്ഞാൽ 25 - CF എന്ന് പറഞ്ഞാൽ 18 / F എന്ന് പറഞ്ഞാൽ 14 × I എന്ന് പറഞ്ഞാൽ 10.
ഇത്രയും വാല്യൂസ് ചെയ്യാം. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 30 നമ്മൾ എന്ത് ചെയ്യരുത്, ആദ്യം തന്നെ കൂട്ടി വെക്കരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 30 നമ്മുടെ സദ്യയിൽ കിട്ടുന്ന പായസം പോലെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അവസാനം കഴിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ 30 ഏറ്റവും അവസാനത്തേക്ക് എപ്പോഴും വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വാല്യൂസ് ചെയ്യാം. അപ്പോൾ 30 അവിടെ തന്നെ മാറ്റി വെക്കുന്നു. 25 18 കുറച്ചാൽ ബാക്കി 7 ഉണ്ടാവും. 7/14 × 10 നോക്കാം നമുക്കിവിടെ. 30 + 7/14 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ. 1/2 ആണ്, അഥവാ 0.5 എന്ന് കിട്ടും. × 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എത്ര വരും? 30 + 0.5 × 10 എന്ന് പറഞ്ഞാൽ 5 വരും. ഫൈനൽ ആൻസർ എത്ര വരിക? 35 എന്നാണ് വരിക. അപ്പോൾ എത്ര കിട്ടി? മീഡിയം വാല്യൂ നമുക്കിവിടെ കിട്ടി 35 മാർക്ക്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്താലും കിട്ടും 3 മാർക്ക്. അപ്പോൾ മൊത്തം എത്ര മാർക്കായി? 6 മാർക്കായി അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഭാഗം ചെയ്താലും നിങ്ങൾക്ക് അവിടെ 3 മാർക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഇനി അവിടെ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയം കണ്ടു. ഇനി അടുത്ത് മോഡാണ് കാണാൻ പോകുന്നത്, ബഹുലകമാണ് കാണാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇക്വേഷൻ എന്താണ്? Z = L + F1 - F0 / 2F1 - F0 - F2 × I എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം മോഡൽ ക്ലാസ് കണ്ടുപിടിക്കും. അപ്പോൾ മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് ഫ്രീക്വൻസിയാണ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ആണ് കേട്ടോ. മോസ്റ്റ് ഫ്രീക്വൻസി ക്ലാസ്സിനാണ് നമ്മൾ മോഡൽ ക്ലാസ് എന്ന് പറയാം. അപ്പോൾ നോക്കാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 14 ആണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ് വരിക. യെസ്, എക്സാക്ട്ലി അതാണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയാം. ഇനി നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ആദ്യം കാണേണ്ട L ആണ്. ലോവർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് എത്രയാണ്? 30 ആണെന്ന് കിട്ടും. ആൻഡ് F1 F2 F0 അല്ലേ. F0 F1 F2 ഈ 3 ആൾക്കാരാണ് നമുക്ക് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. നിങ്ങൾ ഒരു പേടി മേടിക്കണം മക്കളെ. ഈ F0 എന്ന് പറഞ്ഞാൽ ആരാണ്? F0 എന്ന് പറഞ്ഞാൽ ഇയാളാണ് F0. രണ്ടാമത് നമ്മുടെ ക്ലാസ്സിൽ വരുന്നതാണ് എന്ത് പറയുന്നത്? F1. ഇതിൻ്റെ തൊട്ടതായിരുന്നതാണ് F2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മോഡൽ ക്ലാസ്സിൽ എപ്പോഴും വരുന്ന ആൾക്കാർ നമ്പർ 1 ആയിരിക്കും. ഓക്കെ, അതാണ് F1 എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് എത്ര വരും? 0. 1ൻ്റെ മുകളിലുള്ള സംഖ്യ 0 ആണ്, 1ൻ്റെ താഴെ ഏതാണ്? 2 ആണ് എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കാൻ പറ്റും. നമുക്ക് ആ വാല്യൂസ് ചെയ്താൽ 9 14 10. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്? I ആണ് വരുന്നത്. I നമുക്ക് ഓൾറെഡി അറിയാം, I എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 തന്നെയാണ് വരുന്നത് അല്ലേ. ഇനി ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ എന്നിട്ട് ക്വസ്റ്റ്യൻ വെറുതെ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്താ വരിക? Z = L + F1 - F0 / 2F1 - F0 - F2 × I ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എത്ര വരിക? Lൻ്റെ വാല്യൂ നമുക്കറിയാം 30 + F1 - F0 ഉണ്ട് അല്ലേ. F1 - F0 എന്ന് പറഞ്ഞാൽ 14 - 9 / 2 × 14 - 9 - 10 × 10. ഓക്കെ, I എന്ന് പറയുമ്പോൾ എത്ര വരിക? 10 ആണ് വരില്ലേ. അപ്പോൾ അതും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരിക? 30 + 14 9 കുറച്ച ബാക്കി എത്ര ഉണ്ടാവും? 5 / 2 × 14 എത്ര വരും? 28 - 9 10 19. ഓക്കെ, × 10. ഇത്രയും വാല്യൂസ് നമുക്ക് വേണ്ടത്. ഇത്ര എഴുതുക. ഇനി ഞാൻ ബാക്കിയുള്ള ഇങ്ങോട്ട് ചെയ്യണ്ടോ. അപ്പോൾ നോക്കിക്കോണേ, മോഡ് = L എത്രയാണ്? 30 + 5 / 28 - 19 അങ്ങനെയല്ലേ? യെസ്, 28 - 19 × 10 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വാല്യൂ എത്ര വരിക? 30 അതുപോലെ തന്നെ വെക്കുക. 5 / 28 19 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 28 - 19 എന്ന് പറഞ്ഞാൽ എത്ര? 9 ആണ് വരിക അല്ലേ. അപ്പോൾ 5 / 9 5 / 9 × 10 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 5 / 9 × 10. ഓക്കെ, നമ്മുടെ ആൻസർ എത്രയായിരിക്കും വരിക? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 30 + 5 / 9 എന്ന് പറഞ്ഞാൽ എത്രയും 0.55 എന്നാണ് വരിക. × 10 കൂടി ചേർക്കുമ്പോൾ എത്രയായി? നമ്മുടെ ഉത്തരം വരുന്നത് 30 + 5.5 എന്നായി. ഫൈനൽ ആൻസർ എത്ര വരും? 35.5 എന്ന് വരും. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ കിട്ടാൻ പോകുന്നത് 2 മാർക്കായിരിക്കും. ഇതിന് മാർക്ക് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, സിമ്പിൾ സ്റ്റെപ്പുകളാണ്. നമുക്കിവിടെ ആകെ ഒന്നും കണ്ടുപിടിക്കാനുള്ള, മോഡൽ ക്ലാസ് കണ്ടുപിടിച്ച് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ X-ബാർ കണ്ടുപിടിച്ചാൽ 3 മാർക്ക്, മീഡിയം കണ്ടുപിടിച്ചാൽ 3 മാർക്ക്, മോഡ് കണ്ടുപിടിച്ചാൽ 2 മാർക്ക്. ഏതൊരാൾക്കും ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കും ഈ ഒരു ചോദ്യം. അപ്പോൾ സ്റ്റാൻഡേർഡ് ലെവലിൽ ഏറ്റവും മാക്സിമം ലെവലാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ ഇതിനോട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചോദ്യം വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഇത് തന്നെ ചെയ്ത് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പുതിയൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അപ്പോൾ ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.